കണ്ണൂരിൽ മകനുമായി അമ്മ പുഴയിൽ ചാടിയത് ഗാർഹിക പീഡനത്തെ തുടർന്നെന്ന ആരോപണം. വെങ്ങര നടക്കുതാഴ് സ്വദേശി MV റീമയാണ് 2.5 വയസ്സുകാരൻ ഋഷിപ് രാജിനൊപ്പം പുഴയിൽ ചാടിയത്. രക്ഷാപ്രവർത്തനം ഉടൻ ആരംഭിച്ചെങ്കിലും റീമയുടെ ജീവൻ രക്ഷിക്കാനായുള്ള മകനായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇന്ന് പുലർച്ചെ 1:30-യോടെയാണ് റീമ മകൻ ഋഷിപ് രാജിനെയുമായി ചെമ്പല്ലിക്കുണ്ട് പുഴയിൽ ചാടിയത്. ചെമ്പല്ലിക്കുണ്ടിലേക്ക് സ്കൂട്ടറിലെത്തിയ റീമ സ്കൂട്ടർ പാലത്തിന് സമീപം നിർത്തി. കുട്ടിയെ ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് ശരീരത്തോട് ചേർത്ത് കെട്ടി പുഴയിലേക്ക് ചാടുകയായിരുന്നു. ഈ സമയത്ത് പാലത്തിൽ നിന്നും ചൂണ്ടയിടുകയായിരുന്ന യുവാവ് ഇവർ ചാടുന്നത് കണ്ട് നാട്ടുകാരെ വിവരമറിയിച്ചു. ഉടൻ തെരച്ചിൽ ആരംഭിച്ചു. പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ക്യൂബ ടീമും കൂടിച്ചേർന്ന് നടത്തിയ തെരച്ചിലാണ് റെയിൽവേ പാലത്തിന് സമീപം കണ്ടൽ ചെടികൾക്കിടയിൽ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയെ ചേർത്ത് കെട്ടിയ ഷാൾ ശരീരത്തിലുണ്ടായിരുന്നു. ഭർത്തൃവീട്ടുകാരുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി അയൽവാസി പറയുന്നു. റീമ കുഞ്ഞുമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. 3 ദിവസം മുന്നേ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിയ ഭർത്താവ് കുഞ്ഞിനെ തനിക്കൊപ്പം വിടണമെന്ന് റീമയോട് ആവശ്യപ്പെട്ടതായി അയൽവാസി പറയുന്നു. അച്ഛൻ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. 2-3 ദിവസം മുന്നേ വന്നത്. 3 ദിവസം മുമ്പേ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ കുട്ടിയെ എടുത്ത് പുറത്ത് കറങ്ങാൻ വേണ്ടി പോയി. ഈ അമ്മയും കുട്ടിയുടെ കൂടെ പോയിരുന്നു. അതിനുശേഷം കുട്ടി എനിക്ക് വേണം, ഇന്നെ വേണ്ട എന്നുള്ളൊരു സംഭാഷണം നടന്നായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇരിണാവ് സ്വദേശിയായ ഭർത്താവിനെതിരെ നേരത്തെ റീമ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇന്ന് മധ്യസ്ഥ ചർച്ച നടക്കാനിരിക്കെയാണ് ആത്മഹത്യ. ന്യൂസ് മലയാളം, കണ്ണൂർ.